ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസു സ്വൈബ്സ്. ഇത് രാവിലെ ചാറ്റൽ മഴയത്ത് ഞങ്ങളൊരു സംഘം എങ്ങോട്ടാണെന്നല്ലേ? നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ ഞങ്ങൾ വരിക്കാശ്ശേരി മന ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒറ്റപ്പാലം മണിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാലം ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളൊക്കെ കാണുന്നുണ്ട്. റോഡ് സൈഡിലുള്ള ഒരു ചെറിയ ചായക്കടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇതൊരു ചേച്ചി നടത്തുന്ന കടയാണ്. നല്ല ചൂട് ഇഡ്ഡലിയും ദോശയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വാങ്ങിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിറങ്ങിയപ്പം ഈ തട്ടുകടയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കൃഷിത്തോട്ടം കണ്ടു. ഇത് കൂർക്കാട കൃഷിയാണ്. മഴയിൽ നനഞ്ഞു കിടക്കുന്ന ഈ പാടം കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങി. പാലക്കാട് ഏരിയയിൽ ഇങ്ങനെയുള്ള പനകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇത് പഴയന്നൂർ ദേവീ ക്ഷേത്രമാണ്. സ്ഥലത്താണ് മാമാങ്കം നടന്നത്. അതിന്റെ ഷൂട്ടിങ്ങും ഇവിടെ തന്നെയാണ് നടന്നത്. ഫൈനലി ഞങ്ങൾ വരിക്കാശ്ശേരി മനയുടെ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 20 റുപ്പീസാണ് എൻട്രി ഫീസ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. ഈ കാണുന്ന വരിക്കാശ്ശേരി മനയുടെ ബാക്ക് സൈഡാണ്. മഴ പെയ്തത് കൊണ്ട് ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ചാറ്റൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ തിണ്ണയിലേക്ക് കയറി. പഴയ കൊട്ടാരങ്ങളിലോ മനകളിലോ ഒക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ഓപ്പണായി കിടക്കുന്ന ജനൽ വഴി നിങ്ങൾ അന്തം വിട്ട് നോക്കാറുണ്ടോ? ഞങ്ങൾ ആരും ആ ടൈപ്പല്ല. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അകത്ത് കുറെ ചെമ്പു പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ജനലൊക്കെ ക്ലോസ്ഡ് ആണ്. ഈ ജനലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പം സ്റ്റെയർ കേസ് കാണാം. ഇത് മനയിലെ കിണറാണ്. ഫൈനലി മലയാള സിനിമയുടെ തറവാടായ വരിക്കാശ്ശേരി മനയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് മനയുടെ മെയിൻ എൻട്രൻസ്. മെയിൻ ഡോറ് ക്ലോസ്ഡ് ആണ്. ഇതുവഴി നമുക്ക് അകത്തേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയപ്പം ഇവിടെ ഒരു റൂം കണ്ടു. ഇതിനകത്ത് പെയിന്റ് ബക്കറ്റ് ഒക്കെ വെച്ചിരിപ്പുണ്ട്. മനയുടെ റിനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും. ഇവിടുന്ന് നേരെ നടന്ന് നമ്മൾ എത്തുന്നത് നടുമുറ്റത്തേക്കാണ്. ഈ ഉയർത്തി കെട്ടിയിരിക്കുന്ന ഏരിയയിലാണ് മനയിലെ കലാപരിപാടികളൊക്കെ നടന്നിരുന്നത്. ധാരാളം കൊത്തുപണികളൊക്കെ ചെയ്ത തൂണുകളൊക്കെ ഇവിടെയുണ്ട്. ഈ ഏരിയ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാം. ഈ നടുമുറ്റത്തും ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ്, കുന്നമലരാൽ കോടിയുടുത്തൊരു മേട
ഇവിടുന്ന് നേരെ പോകുന്ന ഒരു എക്സിറ്റ് ആണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും റൂമുകളുണ്ട്, പക്ഷേ ക്ലോസ്ഡ് ആണ്. ഈ നേരെ കാണുന്ന ആന ഷെഡാണ്. ഈ കാണുന്ന വഴി കുളക്കടവിലേക്കാണ്. മനയിലെ സ്ത്രീകൾക്ക് കുളക്കടവിലേക്ക് പോകാനുള്ള വഴിയാണിത്. മനയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണ്ണിയും എല്ലാം ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് സാമാമയും വാപ്പിയോടെ ഭയങ്കര റീൽസ് എടുപ്പാണ്. നേരത്തെ ഈ മനയുടെ മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് കയറാമായിരുന്നു. പക്ഷെ ഇപ്പം സേഫ്റ്റി പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് പ്രവേശനമില്ലാത്തത്. മനയിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനൊക്കെ ഈ മുറിയാ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി പോകുന്നത് ഈ മനയിലെ മെയിൻ കിച്ചണിലേക്കാണ്. ഈ മനയിൽ 3-4 കിച്ചൺ ഉണ്ട്. ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കിച്ചണിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ കിച്ചൺ കൂടുതൽ സിനിമകളിലും ഉണ്ട്. രാപ്പകലെന്ന് പറയുന്ന സിനിമയിലാണ് ഈ കിച്ചൺ കൂടുതലും കാണിക്കുന്നത്. ഒന്നുകിൽ എല്ലാരും ഒരുമിച്ച് ഇങ്ങോട്ട് വരിക. ഇതിപ്പോ തോന്നുമ്പോ മൂന്നുണ്ടാക്കാൻ പറ്റുമോ? കാര്യം ഇനി വന്നാലേ ബാക്കിയുള്ളൊരു പട്ടിണിയാവും. രാപ്പകൽ സിനിമയിൽ മമ്മൂക്ക ഈ കല്ലിൽ അരിയാട്ടുന്നു. ഇനിയിപ്പോ അങ്ങനെ ഒരു വസ്തു കേട്ടിട്ടേ ഇല്ല. ഉപ്പ് വെക്കേണ്ട അടുത്ത് ഒലക്ക കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു തള്ള. ആരായാലും ശരി, എന്നെ തള്ളേന്ന് വിളിക്കുന്ന എനിക്കിഷ്ടല്ല. വേണ്ട, മോളേന്ന് വിളിക്കാം. എന്താ പോരെ? തുടങ്ങിയ ഈ ഒരു സ്റ്റെപ്പിന്റെ മുകളിലാണ് കോക്കനട്ട് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. 6-ാം തമ്പുരാനിൽ മഞ്ജു വാര്യർ വെള്ളം കോരുന്ന ഈ കിണറിൽ നിന്നാണ്. ഇതിലേക്ക് ഞാനിപ്പോ കൊടുത്തേ കട്ടൻ കാപ്പി വന്നോ. ആരാ വന്നേ? ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. 1 ബ്ലാക്ക് കോഫി പ്ലീസ്. എന്ന് വെച്ചാ അതേസമയം കിച്ചണിൽ നിന്നും മറ്റൊരു റൂമിൽ നിന്നും വെള്ളം കോരാൻ പറ്റുന്ന പോലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കിച്ചന്റെ സ്റ്റോറേജ് റൂം ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ബേസ്മെന്റിന്റെ ഡോറും കാണാം. മിക്കവാറും എല്ലാ റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റൂം മുഴുവനും പഴയ ഓടൊക്കെ വെച്ച് നിറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ കാലത്തെ ടോയ്ലറ്റ്സ് ആണെന്ന് തോന്നുന്നു. എന്താണ് അന്തർജനം? ഉറങ്ങിയില്ല? ഭയങ്കര ലാത്തേടിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ. ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തേ? താമസം നേരെ ഇങ്ങോട്ട് മാറ്റി. ഇനി ഇവിടത്തെ മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണ്ണിയൊക്കെ നോന്തന്നെയാ. 1902 വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പണി കഴിപ്പിച്ചതാണ് ഈ വരിക്കാശ്ശേരി മന. ഈ മനയ്ക്ക് 123 ഇയേഴ്സ് പഴക്കമുണ്ട്. ഇവിടെ എടുക്കുന്ന സിനിമകളൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. സിനിമാക്കാരുടെ ഒരു ഭാഗ്യ ലൊക്കേഷനാണ് ഇതെന്ന് അറിയപ്പെടുന്നു. ഇവിടെ 200ഓളം സിനിമകൾ എടുത്തിട്ടുണ്ട് പല ഭാഷയിൽ. ഇതാണ് മനയുടെ പത്തായപ്പുര. ഇതിന് 2 നിലയുണ്ട്. പഴയ കാലത്ത് നെല്ലും ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഫസ്റ്റ് ഫ്ലോർ ഉപയോഗിച്ചിരുന്നത്. സെക്കൻഡ് ഫ്ലോർ ഇവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിലേതാണോ കിഴക്കടുത്ത വീട്? അരിയസ്തൻ സിനിമയിൽ ഈ മനയും പത്തായപ്പുരയാണ് കാണിക്കുന്നത്. ഇതാണ് പത്തായപ്പുരയിലേക്കുള്ള എൻട്രി. സേവ് ദ ഡേറ്റിനും ഫോട്ടോഷൂട്ടിനൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ വിൽക്കാനുണ്ട്.
പത്തായപ്പുരയുടെ മേളിലോട്ട് നമുക്ക് കയറാൻ അലൗഡ് ഉണ്ട്. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് പോവാം. പകൽ മമ്മൂക്ക പെട്ടിയൊക്കെ തലേ വെച്ചോണ്ട് പോകുന്ന ഈ ബാൽക്കണിയിലാണ്. ഇവിടെ നല്ല മൂടാ കൃഷ്ണ. പിന്നെ ഈ ചെറിയ കുട്ടികൾ കോണിയേറി ഇറങ്ങാനില്ലാത്തതുകൊണ്ട് ആ പേടിയും വേണ്ട. പത്തായപ്പുരയുടെ ബാൽക്കണിയിൽ നിന്ന് വരിക്കാശ്ശേരി മനയുടെ വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ്. ദേവാസുരത്തിലെ നായിക ഇവിടെ നിന്നാണ് മനയിലേക്ക് നോക്കുന്നത്. ഈ പത്തായപ്പുരയ്ക്കകത്തും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വെക്കേഷന് ഇവിടുന്ന് ചീട്ട് കളിച്ച് കാശുണ്ടാക്കാമെന്നാണോ ശോഭ? അവിടെ അമേരിക്കയില് ഇവക്ക് വേറെന്താ ജോലി? നിലവറയിലെ സ്വർണ്ണവരനെ കുറിച്ച് ഈ കുഞ്ഞുലക്ഷ്മിക്ക് അറിയോ? അത് ഞാൻ ആർക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. ഞങ്ങൾ ഈ പത്തായപ്പുരയിൽ നിന്ന് ഇറങ്ങുകയാണ്. മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ മനയുടെ കുടുംബക്ഷേത്രവും കുളമൊക്കെ കാണാം. കുളക്കടവിലേക്ക് നമുക്കിപ്പം അലൗഡ് ഇല്ല. വൈക്കാശ്ശേരി മനയിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.